തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹുവിനെ ഞാൻ പരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ, എന്റെ കടയുടെ വിഷയമുണ്ടല്ലോ, എന്റെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയമുണ്ടല്ലോ, എന്റെ സമ്പത്തിന്റെ വിഷയമുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പടച്ചറപ്പിൽ പരമേൽക്കുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഫബിമാ റഹ്മത്തിൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാ, ഫഇൻ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിനെ അവന് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, അല്ലാഹു സ്നേഹിക്കുന്നവര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. പടച്ചവനെ അവനവന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുകയാ. ഏത് വിഷയം വന്നാൽ അവൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹു പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അവർ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ അല്ലാഹു സ്നേഹിച്ചവരാണ്, അവരല്ലാഹു സ്നേഹിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ അവരുടെ സർവ്വ കാര്യങ്ങളും പടച്ചറപ്പിൽ പരമേൽപ്പിക്കുമെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചറപ്പ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭയമില്ലല്ലോ, യാതൊരു പേടിയില്ലല്ലോ, അവന്റെ ജീവിതത്തിൽ യാതൊരു പ്രയാസമില്ലല്ലോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പടച്ചവനെ നമ്രൂദിന്റെ അനുയായികൾ മുഴുവനും ഇബ്രാഹിം നബിയെ പിടിച്ചു കെട്ടുകയാണ്. ആ വിഗ്രഹങ്ങൾ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഭയാനകമായ ഒരു തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. ചരിത്രം പറയുകയാണ്, ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കഴിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കി. ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് അമ്പും വില്ലും തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി ആ തീകുണ്ടാരത്തിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ കയറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, ഒന്നനുവാദം തരുമോ, ഒന്നനുവാദം തരുമോ? ഈ കാണുന്ന തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ നബിയേ, ഞാൻ അങ്ങയെ രക്ഷപ്പെടുത്താ നബിയേ. മൂസാ നബി അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാ, എനിക്ക് അല്ലാഹുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ,
പോന്നല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. നമുക്ക് ചരിത്രമറിയുമല്ലോ, ഫിറഔനിന്റെ തീകൊണ്ടാരത്തിലേക്ക് ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവരാ. പഠിച്ചവനെ ദിവസങ്ങളോളം മാസത്തോളം ആ തീകൊണ്ടാരത്തിനകത്ത് കിടന്നിട്ട് തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും നരയാതെ, ഒരു രോമം പോലും കരിയാതെ ഉല്ലാസ യാത്ര കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകൊണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നെന്ന ചരിത്രം പറയുമ്പോ ഇതൊന്നും ഒരു കെട്ടുകഥയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് ഹൃദയത്തിന്റെ അകത്തിറങ്ങി കഴിഞ്ഞാ പിന്നെ എങ്ങനാ അവർക്ക് പടച്ചവനെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എന്തെല്ലാ ദുരിതങ്ങൾ വന്നാൽ, ഏക സിവിൽ കോഡല്ല, പൗരത്വമില്ലല്ല, ജിഹാദല്ല, പടച്ചവനെ ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ജീവനോടെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വിഷയം വന്നാൽ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരു ഭയമില്ല, അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു പേടിയില്ല. കാരണം ഏറ്റവും വലുത് പടച്ചറപ്പാണല്ലോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും നാദാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് തോന്നാറുണ്ട്, ഉസ്താദേ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാ മതിയായിരുന്നു, മരിച്ചാ മതിയായിരുന്നു. പടച്ചവനെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. പടച്ചവനെ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലല്ലോ, അവർക്ക് അള്ളയാരാണെന്നറിയില്ലല്ലോ, അവർക്ക് അള്ളയാരാണെന്നറിയില്ലല്ലോ. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഒരു തുണ്ടൊരു തുണിയെടുത്തിട്ട് ഫാനിൽ കെട്ടിയിട്ട് കഴുത്തിട്ട് മുറുക്കിയിട്ട് ചാവുന്ന കാലമാ. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം വന്നാൽ നിങ്ങൾ പതറിപ്പോകരുത്, നിങ്ങൾ പതറിപ്പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു ദിക്ർ പറയുകയാ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളൊരു ദിക്ർ പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏത് ദിക്റാണ് പറയേണ്ടതെന്നറിയുമോ? മോനെ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, ശാരീരികമായി തളർന്നു പോകുമ്പോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ, താങ്ങാൻ കഴിയാത്ത ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ദിക്ർ നിനക്കൊന്ന് 3 പ്രാവശ്യം ഇഖ്ലാസോടുകൂടി പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇതാര് പറഞ്ഞ ദിക്റെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദിക്ർ പറഞ്ഞ വ്യക്തി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയുടെ ചരിത്രം നിനക്കറിയുമോ?